ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നമ്മുടെ താമരത്തോട്ടത്തിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ചായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ചെടിയുടെ സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയും കൂടി പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഒട്ടും സമയമില്ലാത്തൊരവസ്ഥയായിട്ടോ. ഇതിപ്പോൾ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താമരത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതാ കണ്ടോ, സീഡായിട്ടോ. ഇതെല്ലാ സീഡും നമുക്ക് മുളച്ചൊന്നും കിട്ടില്ല, കുറേയൊക്കെ പൊട്ടച്ച് പോകും കേട്ടോ. ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ. ഇതൊരു പഴയ വെറൈറ്റിയാണ് എങ്കിൽ പോലും എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടാതെ, പുതുമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ കേട്ടോ. ഇതിൻ്റെ ട്യൂബറൊക്കെ കേട്ടോ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ചിലവർക്കൊക്കെ ട്യൂബറായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈറ്റ് കളറിലെ ലോട്ടസിൻ്റെ ഉള്ളിൽ ഒരു പച്ച ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ബഡ്ഡുകളൊക്കെ നല്ല ഉരുണ്ടിട്ടുള്ളൊരു ബഡ്ഡുകളാണ് കേട്ടോ. അപ്പോൾ അത് വിരിഞ്ഞ് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി കേട്ടോ. കളറ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റണത് വിരിഞ്ഞ് വരുന്ന ടൈമിലാണ് കേട്ടോ. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു താമരയാണ് ഗ്രീൻ ആപ്പിൾ കേട്ടോ. ഇത് പിടിപ്പിച്ചെടുക്കാനൊക്കെ, റണ്ണറൊക്കെ പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇത് പിടിപ്പിച്ചെടുക്കാൻ അറിയാവുന്നവർക്കൊക്കെ എളുപ്പമാണ്. ഇതാണ് കേട്ടോ എൻ്റെ ബഡ്. എന്താ ഈ ബഡിൻ്റെ ഉള്ളിൽ ഭാഗത്തായിട്ടൊരു നല്ലൊരു പച്ച കളറ് കാണാൻ കഴിയും കേട്ടോ. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ താമരകൾ വിരിയിച്ചു കൊടുക്കണം കേട്ടോ. പെറ്റൽസ് കൂടുതലുള്ള താമരയൊക്കെ ഇതേപോലെ ഹോള് വരുന്ന സമയത്ത് നമ്മളത് വിരിയിച്ച് കൊടുത്താൽ കൂടുതൽ കളറും കാണാൻ കഴിയും. കുറച്ച് ദിവസം കൂടുതൽ ആ താമര വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ അത് കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പെറ്റൽസ് കൂടുതലുള്ള താമരയാണെങ്കിൽ എല്ലാവരും അത് വിരിയിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മൾ വിരിയിച്ച് കൊടുത്തപ്പോൾ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ശരിക്കും വിരിഞ്ഞ് വരണേ ഉള്ളൂ കേട്ടോ. അതിൽ പിന്നെ നമ്മൾ വിരിയിച്ചു. ഇതാ ഉള്ളിലുള്ള പച്ച കളർ കണ്ടോ. പിന്നെ അത് വിടർന്ന് വരുമ്പോഴത്തേനും അതൊരു ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഇഷ്ടമായോ? നല്ല ഭംഗിയുള്ള താമരയാണ് ഗ്രീൻ ആപ്പിൾ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു താമരയാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ. ഇനി അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തായി നമ്മൾ കാണിക്കുന്നത് സേതായിട്ടൊരു സാമ്യമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് കൺഫേം അല്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൂ തരുന്നൊരു വെറൈറ്റി തന്നെയാണത്. ഐഡിയ എഴുതി വെച്ചിരുന്നത് മാഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ. ഇത് ഏത് വെറൈറ്റി ആണെന്ന് കറക്റ്റ് അറിയുന്നില്ല കേട്ടോ. ഇത് ഇനി ജൂലിയറ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പക്ഷെ അത് വിടർന്ന് വരുമ്പോൾ ഇതാ നല്ല വൈറ്റ് കളറിലായിട്ടാണ് കാണുന്നത്. ഉള്ളിലൊരു മഞ്ഞ ഷെയ്ഡും പച്ച ഷെയ്ഡും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് ഈ വെറൈറ്റിയുടെ പേര് ഹണി റോസ് എന്നാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബഡ് കേട്ടോ. ഒരെണ്ണം വിരിഞ്ഞ് കഴിഞ്ഞു. അടുത്തത് വിരിഞ്ഞ് വരുമ്പോൾ സാറ്റയായിട്ടൊരു സാമ്യം തോന്നുന്നുണ്ട്. പക്ഷെ അത് ആദ്യത്തെ ദിവസം ഒരു നല്ല കളറാണ് കേട്ടോ. അതായത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ്. ഏത് സമയവും നമ്മൾക്ക് പൂ തരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ഇത് വിരിഞ്ഞിട്ട് 3-4 ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഡിലുള്ളൊരു വ്യത്യാസമുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ ബഡ് കേട്ടോ. നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇത് അഖിലയാണ് കേട്ടോ. ഇത് നമുക്ക് വിരിയിച്ച് കൊടുക്കാം കേട്ടോ. അഖിലയും എപ്പോഴും നന്നായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടവുമാണ് കേട്ടോ അഖില. നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല വളരെ വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇത് ആദ്യത്തെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അത്ര വലിപ്പമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അഖിലയുടെ പൂവിനേലും കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ള എൻ്റെ ബഡിലാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ കൂർത്ത ബഡുമാണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു പിങ്ക് ഷെയ്ഡ് നമുക്ക് അതിൻ്റെ ബഡിൽ കാണാൻ കഴിയും കേട്ടോ. ഇതാണ് അഖിലേക്കുള്ളൊരു പ്രത്യേകത കേട്ടോ. അടുത്തത് പാക്വാനാണ്. ഇതും വിരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. തിക്കായിട്ടുള്ള പെറ്റൽസുള്ള താമരയാണ് കേട്ടോ. ഇതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞു. അടുത്ത ബഡ് ഇതുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് പാക്വാൻ. ഒത്തിരി മുട്ടകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഉള്ളത് മീഷോക്ക് എന്ന് പറഞ്ഞൊരു ബൗൾ ലോട്ടസ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. നിറയെ മുട്ടകൾ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഒരേ സമയം 6-7 ബഡ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് വിരിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ ഞാൻ. കണ്ട നല്ല ഭംഗിയുള്ളൊരു ലോട്ടസാണ് മീഷോക്ക് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റിയൊക്കെ വാങ്ങി വയ്ക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ വാങ്ങി വയ്ക്കാം കേട്ടോ. ഇതൊരു സിംഗിൾ പെറ്റൽസാണ് കേട്ടോ. മൈക്രോ ബൗൾ എന്നാണ് തന്ന ആൾ പറഞ്ഞിട്ട്. അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. നിറയെ പൂക്കളുണ്ടാകും കേട്ടോ. ഇപ്പോൾ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാണ്. ബഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് കേട്ടോ. ചില ഇതിൻ്റെ സീഡൊക്കെ അതിൽ നിന്ന് പിടിച്ച് കിട്ടും കേട്ടോ. നമുക്ക് ധാരാളം മുട്ടകൾ വരുന്നൊരു ബൗൾ വെറൈറ്റിയാണ്. സ്ഥലമില്ലാത്തവർക്കൊക്കെ വാങ്ങി വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് മൈക്രോ ബൗൾ കേട്ടോ. പലതരത്തിലുള്ള മൈക്രോ ബൗളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്വേതയാണ് കേട്ടോ. സ്വേതയിലും ധാരാളം മുട്ടകൾ വരുന്നുണ്ട് കേട്ടോ.
ഓരോ സ്റ്റാൻഡിൽ ലീവ്സ് വരുമ്പോഴും അതിലെല്ലാം ബഡ് വരും കേട്ടോ. അടുത്തതും ഒരു ബൗൾ വെറൈറ്റിയാണ്. സ്നോ ബൗൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഒരേ സമയം തന്നെ ധാരാളം മുട്ടുകളും പൂവുകളും ഒക്കെ ഇതിലുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാട്ടോ ചെറുതായി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന താമരപ്പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥലമില്ലാത്തവർ ബാൽക്കണിയിൽ വെക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള ബൗൾ വെറൈറ്റിയൊക്കെ വാങ്ങി വയ്ക്കുക കേട്ടോ. വലിയ പോട്ടൊന്നും വെക്കാൻ എല്ലാവർക്കും സ്ഥലം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബൗൾ ലോട്ടസൊക്കെ വാങ്ങി വയ്ക്കുക കേട്ടോ. ഇതും നമ്മുടെ ഒരു പഴയ വെറൈറ്റിയാണ് കേട്ടോ, കർണ. ഇതും ഒത്തിരി ഭംഗിയുള്ളൊരു ലോട്ടസാണ് കേട്ടോ കർണ. നന്നായിട്ട് പൂടുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതും വാങ്ങി വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി വയ്ക്കാൻ നോക്കുക. അപ്പോൾ അധികം വലിയ വിലയൊന്നും കൊടുക്കണം കേട്ടോ. 200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ട്യൂബേഴ്സ് കിട്ടും. ഇപ്പോൾ ട്യൂബർ ഉണ്ടാവില്ല കേട്ടോ. ഇനി ട്യൂബർ ഫോം ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ അടുത്ത ഒരു വെറൈറ്റിയാണ് ഇത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ. നല്ല കടുത്ത നിറത്തിലുള്ളൊരു താമരയാണ് ഡ്രോ ബ്ലഡ് കേട്ടോ. ഇതും ഈ സീസണിൽ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അത് നല്ല റെഡ് കളർ എന്ന് പറഞ്ഞൊരു താമര നമുക്കങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. നല്ല പിങ്കിൽ തന്നെ നല്ല കടുത്ത ഷെയ്ഡാണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. അടുത്തത് കാണിക്കുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇത് കേട്ടോ. അതിൻ്റെ പേര് ഡോറ എന്നാണ് കേട്ടോ. ഇതും നല്ല ഉരുണ്ട ഷേപ്പിലുള്ള ബഡ്ഡുകളാണ് ഇതിനുണ്ടാവല് കേട്ടോ. ഇതാ ഒരു ബഡ് വിരിയാനായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്, പക്ഷെ വിരിയിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാ കണ്ടോ, സീഡ് പോഡൊക്കെ നന്നായിട്ട് കാണുന്നൊരു താമരയാണ്. അത് വിരിയിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ താമര വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അഥവാ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് നിറവെന്നാണ്. നമുക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഡിലീറ്റായി പോയി. എന്നിട്ട് ഇപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളൂ നിറവെന്ന പേരിൽ തന്നെ. അപ്പോൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്